നിലമ്പൂരിലെങ്ങും UDF പ്രവർത്തകരുടെ ആഘോഷമാണ്. ആവേശത്തോടുകൂടിയുള്ള തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിലേക്ക് UDF പ്രവർത്തകർ കടന്നിരിക്കുകയാണ്. നിലമ്പൂരിൽ മാത്രമല്ല, കേരളത്തിലുടനീളം ആഘോഷിക്കാനുള്ള വക നിലമ്പൂരിൽ നിന്ന് UDF ക്യാമ്പിന് ഉണ്ടാകുന്നുണ്ട്. തിളക്കമാർന്നൊരു വിജയം, ഗംഭീര വിജയം തന്നെ. 11,077 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടാൻ നിലമ്പൂരിൽ അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിനിടയിലും അൻവറിനെ ഒപ്പം നിർത്താതെയും നേടാൻ UDF ക്യാമ്പിന് കഴിഞ്ഞിരിക്കുന്നു. അത് വലിയ ആഘോഷമാക്കി മാറ്റുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകർ, ലീഗ് പ്രവർത്തകർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന മുന്നണിക്ക്, തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന മുന്നണിക്ക് തികഞ്ഞ ആത്മവിശ്വാസം അത് നൽകുന്നുണ്ട്. മിഥില ബാലൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില UDF ക്യാമ്പിൽ നിന്നാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. മിഥില, എന്താണ് അവിടെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ? നേതാക്കളൊക്കെ ആ വിജയാഘോഷത്തിൻ്റെ ഭാഗമാകുന്നു. മുതിർന്ന നേതാക്കളൊക്കെ ഇത്രയും ദിവസം നീണ്ട പ്രചാരണത്തിനൊടുവിൽ ആ രാഷ്ട്രീയ പോരാട്ടം ഫലം കണ്ടിരിക്കുന്നു എന്ന ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലും ആ പ്രചാരണത്തിന്റെ ഭാഗമാകുന്നു. എന്താണ് കാണാൻ കഴിയുന്ന കാഴ്ചകൾ, മിഥില? ഞാനുള്ളത് UDFന്റെ ബൂത്ത് കമ്മിറ്റി ഓഫീസിലാണ്. രാവിലെ മുതൽ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടമുണ്ട്. ഷൗക്കത്തിന്റെ ലീഡ് ഓരോ തവണ കൂടുന്നതിനനുസരിച്ച് ഇവിടെ ആരവം ഉയരുകയാണ്. ഇപ്പോഴും നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും ഇവിടെ എല്ലാം തന്നെ ആളുകൾ, നിരവധി പേരാണ് ഇവിടെ. നേതാക്കന്മാരാരും തന്നെ ഇവിടെ ഇല്ല. റോഡ് ഷോ, ഒരു ഭാഗത്ത് ഷൗക്കത്തിൻ്റെ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേതാക്കന്മാരൊക്കെ അവർക്കൊപ്പമാണ്. സാധാരണ പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ഈ ഒരു വിജയത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? വളരെയധികം സന്തോഷത്തോടെ കാണുന്നത്. കേരള സർക്കാരിനെതിരെയുള്ള ഒരു വാണിംഗ് ആണ്. വീണ്ടും സെമി ഫൈനൽ വിജയമായിട്ട് കാണുന്നു. വീണ്ടും UDFന്റെ ഒരു തിരിച്ചുവരവ് ഇതിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് അതിശക്തമായ UDFന്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കും. അതിൽ വളരെ ആവേശത്തോടു കൂടിയാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ. കുട്ടിക്കലാശത്തിൽ കണ്ട അതേ ആവേശം തന്നെയാണ് നേരത്തെ ഇവിടെ കണ്ടതായിട്ടും. തീർച്ചയായിട്ടും അതേ ആവേശത്തിലാണ് കണ്ടിരുന്നത്. മഴയൊന്നും ഒരു വിഷയമല്ലാതെ വളരെ എനർജിക്കായിട്ടാണ് ഞങ്ങളൊക്കെ ഇതിനെ കണ്ടത്. അത് ഈ 2026 UDF ഒരു കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരുന്നതിൽ ഇതിനൊരു സൂചന കൂടിയാണിത് കാണിച്ചിട്ടുള്ളത്. അൻവർ എഫക്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു ശരിക്കും? നിങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായ പ്രവർത്തകരാണ്. സാധാരണക്കാരുടെ ഇടയിൽ ഒരു നല്ല ശതമാനം അൻവർ എഫക്റ്റ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഈ വന്ന വിജയം അൻവർ ഒപ്പം നിർത്തുകയാണെങ്കിൽ ഒന്നുകൂടെ 10-35,000 വോട്ടിലേക്ക് മാറിയിരുന്നു ഭൂരിപക്ഷം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അൻവറിനൊപ്പം നിർത്തേണ്ടതായിരുന്നു. അതെ. പിണറായി വിജയൻ്റെ 9 വർഷത്തെ ദുർഭരണത്തിനുള്ള ജനങ്ങളുടെ ശക്തമായൊരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്തുകളിലൊക്കെ നല്ല രീതിയിൽ ലീഡ് കൂടി. പഞ്ചായത്തിൽ കരുളായി പഞ്ചായത്ത് ബാക്കി പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ആര്യാടൻ ഷൗക്കത്ത് വൻ ലീഡാണ് നേടിയത്. നല്ല രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് 26 നിയമസഭാ ഇലക്ഷനിൽ വരുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ 22 ദിവസം നമ്മൾ കണ്ട പ്രചാരണമുണ്ട്. കാരണം UDFന്റെ നേതാക്കൾ, MLA-മാരായാലും MP-മാരായാലും പ്രവർത്തകരും എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി നിന്നുള്ളൊരു പ്രവർത്തനം. അതെ, എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് അതിൽ ലീഗെന്നോ കോൺഗ്രസ് എന്നോ വകഭേദമില്ലാതെ ഒന്നിച്ചുള്ളൊരു കൂട്ടായുള്ള പ്രവർത്തനമാണ് നടന്നത്. അതിൻ്റെ ഒരു വിജയം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് രജിത സ്മിത. ഇവിടെ നിന്നും ഈ ബൂത്ത് കമ്മിറ്റി ഓഫീസ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേതാക്കളെല്ലാം തന്നെ റോഡ് ഷോയുടെ ഭാഗമാണ്. പക്ഷേ അതേസമയം തന്നെ സാധാരണക്കാരായ പ്രവർത്തകർ ഇപ്പോഴും ഈ ബൂത്ത് കമ്മിറ്റി ഓഫീസിലുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് ഇങ്ങോട്ട് എത്തും എന്ന ഒരു പ്രതീക്ഷയിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനായി കാത്തു നിൽക്കുകയാണ് ഈ ജനങ്ങളെല്ലാം. സാധാരണക്കാരായ പ്രവർത്തകർ അവർ രാപകലില്ലാതെ അധ്വാനിച്ച് അവരുടെ ആ ഒരു ക്ഷീണമൊക്കെ അതൊന്നും വകവയ്ക്കാതെ തന്നെ അവർ ആ അഭിമാനത്തോടു കൂടി തന്നെ ആഘോഷങ്ങൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന്റെ തിളക്കം. അപ്പോൾ ആ സന്തോഷത്തിൽ തന്നെയാണ് അവരുടെ പ്രവർത്തകരുടെ ഒരു പൊതുവായുള്ള വികാരം പങ്കുവയ്ക്കുകയായിരുന്നു മിഥില ബാലൻ. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു രാഷ്ട്രീയ വിജയം കൂടിയാണ് ഇത് എന്ന് വിലയിരുത്താം. കാരണം ഈ PV അൻവറിനെ മുന്നണിയിലെടുക്കണം എന്നുള്ള ആവശ്യം കോൺഗ്രസിൽ നിന്ന്, ലീഗിൽ നിന്നൊക്കെ ഒരു ഘട്ടത്തിൽ ശക്തമായി ഉയരുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് തടസ്സമായി നിന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ കടുത്ത നിലപാടാണ്. ഈ വിജയത്തിൽ, അൻവർ ഇല്ലാതെ തന്നെയുള്ള ഈ വിജയം സ്വന്തമാക്കാൻ മുന്നണിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് UDFന് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. അതേസമയം അൻവറിനെ കൂടിയൊപ്പം ചേർത്തിരുന്നെങ്കിൽ ആ ഭൂരിപക്ഷം എങ്ങനെയാകും എന്നുള്ളതൊരു വലിയ നമ്പറിലേക്ക് വരും എന്നുള്ളത് അവിടെ മറ്റൊരു കണക്കായി നിലനിൽക്കുന്നുണ്ട്. ഇന്ന് PV അൻവറിൻ്റെ പ്രതികരണം പുറത്തു വന്നത് UDFുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ പ്രതികരണവും ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയമായി വാതിൽ എന്നും ആർക്കു മുമ്പിലും അടഞ്ഞു കിടക്കില്ല എന്നാണ്.